അങ്ങനെ വലിയ കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊണ്ട് L2 എമ്പുരാൻ റിലീസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ലൂസിഫർ സമ്പൂർണമായ ഒരു മലയാളം ടച്ചാണ് പ്രേക്ഷകർക്ക് സമ്മാനിച്ചതെങ്കിൽ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായി എമ്പുരാൻ ഒരു ഹോളിവുഡ് ടച്ചാണ് കൊണ്ടുവന്നിരിക്കുന്നത്. മലയാളി പ്രതീക്ഷിച്ചെത്തിയ ആ മലയാള തനിമയിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഇന്റർനാഷണൽ പ്രതീതി ഉണർത്തുന്ന മേക്കിംഗ് കിടിലൻ, ഒന്നും പറയാനില്ല. ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നും, പ്രത്യേകിച്ച് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നും ഒരു ഇന്റർനാഷണൽ ക്വാളിറ്റിയുള്ള സിനിമ പിറന്നിരിക്കുന്നു എന്നുള്ളതിന്റെ അഭിമാന നിമിഷങ്ങളാണിത്. മലയാള ഭാഷയിലുള്ള ഇന്റർനാഷണൽ മൂവി എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എമ്പുരാനിൽ ആ പഴയ മലയാളിത്തം പ്രതീക്ഷിച്ചെത്തിയ മലയാളി പ്രേക്ഷകർക്ക് ഒരല്പം നിരാശയുണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും സംഗതി കളറായിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു ഡയറക്ടർ എന്ന നിലയിൽ പൃഥ്വിരാജ് വാവ്, വേറെ ലെവൽ, സമ്മതിച്ചേ പറ്റൂ. എന്താ ഈ സിനിമയുടെ മേക്കിംഗ് ക്വാളിറ്റി! ഒരു കാര്യം തുറന്നു പറയാം, ട്രെയിലർ കണ്ട പ്രേക്ഷകർക്ക് കിട്ടിയ ഹൈപ്പ് അതുപോലെ തന്നെ ആദ്യോടന്തം നിലനിർത്തുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയം. സമകാലിക രാഷ്ട്രീയത്തിന്റെ എല്ലാ ജീർണതകളും വളരെ കൃത്യമായി ഓരോ മിനിറ്റുകളിലും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുന്നേറുന്ന മനോഹരമായ സ്റ്റോറി നറേഷൻ അത് തന്നെയാണ് എമ്പുരാനിൽ വെളിപ്പെട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വെളിവും ബോധവുമുള്ള ഒരു പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം കഥ, തിരക്കഥ, അതിന്റെ നറേഷൻ, മേക്കിംഗ് എല്ലാം ഗംഭീരം എന്ന് മാത്രമേ പറയുവാൻ കഴിയുകയുള്ളൂ. മുൻപ് പറഞ്ഞതുപോലെ പ്രേക്ഷകരുടെ മനസ്സിൽ ട്രെയിലർ കുത്തിവെച്ചത് ഒരു വലിയ പ്രതീക്ഷ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രതീക്ഷയുടെ ഭാരമെല്ലാം ചുമലിലേറ്റി മലയാളം സിനിമ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത എന്തോ ഒന്ന് കാണാൻ പോകുന്നു എന്നുള്ള ആകാംക്ഷയിലും ആർത്തിയിലും കയറി വരുന്ന പ്രേക്ഷക സമൂഹം, ആ വലിയൊരു കൂട്ടത്തെ ഒന്നടങ്കം ഞെട്ടിക്കുന്നതായിരുന്നു സിനിമയുടെ തുടക്കം മുതലുള്ള 15 മിനിറ്റുകൾ. കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും മനസ്സിലും അടുത്തിരിക്കുന്ന ആളിനോടും ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാവും, എന്തോന്നാടെ ഇതൊക്കെയെന്ന്. സത്യത്തിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ആകാംക്ഷ ലാലേട്ടൻ ഫാൻസിന്റെ ഹൃദയത്തിലും പെരുമ്പറ മുഴക്കുന്നുണ്ടായിരുന്നിരിക്കാം. ആദ്യത്തെ 15 മിനിറ്റുകൾ ഓരോ ലാലേട്ടൻ ഫാൻസിന്റെയും ഹൃദയത്തിനകത്ത് ഇത്രമാത്രം ശോകമായിരുന്നു എന്നുള്ളൊരു ചിന്തയുണ്ടായിട്ടുണ്ട്. എന്നാൽ 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഒരു രക്ഷയുമില്ലാത്ത സാധനങ്ങളാണ് പിന്നീട് വെളിപ്പെട്ട് തുടങ്ങിയത്. ഇതിൽ എടുത്തു പറയേണ്ടത് ലാലേട്ടന്റെ ആ എൻട്രി തന്നെയാണ്. കിടുക്കി തിമിർത്തു എന്ന് വേണമെങ്കിൽ പറയാം. ലാലേട്ടൻ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ആഘോഷിക്കുവാനും ആറാടുവാനുമുള്ള അവസരം തന്നെയാണ് ലാലേട്ടന്റെ ഈ മാസ് എൻട്രിയിൽ കൂടി വെളിപ്പെട്ടു വന്നത്. തുടർന്ന് കാണുന്ന ഓരോ ഫ്രെയിമുകളിലും വ്യത്യസ്തത നിറച്ച്, ഒരു വിധത്തിൽ പറഞ്ഞാൽ ലാലേട്ടനിൽ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മെച്ചപ്പെട്ട അഭിനയ വൈവിധ്യം എന്ന് തന്നെ പറയണം. ഇതിനേക്കാൾ മെച്ചമായിട്ട് ഇനി ലാലേട്ടനിൽ നിന്നും ഭാവിയിൽ എന്തെങ്കിലും പ്രേക്ഷകർക്ക് ലഭിക്കാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. അത്ര മനോഹരമായി അബ്രഹാം ഖുറേഷി എന്ന ഒരു ക്യാരക്ടർ ലാലേട്ടൻ അർമാദിച്ച് ആടി തീർക്കുകയാണ്. ലൂസിഫർ കണ്ട പ്രേക്ഷകർക്കറിയാം, സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച പുള്ളി അല്ല എന്നുള്ള ഒരു ഡയലോഗ് ഉണ്ട് അതിൽ. ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് അത് തന്നെയാണ് പ്രേക്ഷകരോട് സംവദിക്കുവാൻ ശ്രമിക്കുന്നത്. തുടർന്ന് സെക്കൻഡ് ഹാഫ് കാണുവാൻ വേണ്ടിയുള്ള പ്രേക്ഷകരുടെ അമിതമായ ഒരു ആവേശമുണ്ട്. അതിനെ അതിന്റെ പീക്ക് ലെവലിലേക്ക് കൊണ്ട് നിർത്തിക്കൊണ്ടാണ് ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്നത് തന്നെ. ഇന്റർവെൽ പിന്നിടുമ്പോഴേക്കും പടം വേറെ ലെവലായി മാറുകയാണ്. ഇത് കണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ മന്ത്രിക്കും, പണം വാരി മുടക്കിയതിന് കയ്യും കണക്കും ഉണ്ടാവില്ലല്ലോ എന്ന്. അത്രമാത്രം ഗംഭീരമായ പഞ്ചുകൾ കൊണ്ടുവരുന്ന രണ്ടാം ഭാഗം. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഓരോ പ്രേക്ഷകരും തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്തിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ് എമ്പുരാൻ. ഇല്ലായെങ്കിൽ നിങ്ങൾക്കിതൊരു വലിയ നഷ്ടമായിരിക്കും കേട്ടോ. 180 കോടി എന്നൊക്കെ പറയുമ്പോഴും 230 കോടിയോളം ചിലവിട്ട സിനിമ എന്നൊക്കെയാണ് പിന്നാമ്പുറങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള കഥകൾ നാം കേട്ടത്. എന്നാൽ ഈ 230 കോടി ചിലവിട്ടിട്ടുണ്ടെങ്കിൽ അതിനൊക്കെയുള്ളത് ഈ സിനിമയിൽ കൂടി പ്രേക്ഷകന് കാണുവാൻ കഴിയുന്നുണ്ട്. സിനിമയുടെ അവസാനം ഒരു മൂന്നാം ഭാഗത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പ് ഓരോ പ്രേക്ഷകർക്കും സമ്മാനിച്ച് ഒരു ഒന്നൊന്നര ലെവലിലാണ് ഇതിന്റെ കൊട്ടിക്കലാശം നടത്തുന്നത്. എന്തായാലും മനോഹരം എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരുന്നു. ഈ സിനിമ കണ്ട് പുറത്തിറങ്ങുമ്പോൾ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, പൃഥ്വിരാജ് അത് വേറെ ലെവൽ തന്നെയാണ് കേട്ടോ. ഈ സിനിമയുടെ കഥയോടുള്ള ബന്ധത്തിൽ അയാൾ സഞ്ചരിച്ചിട്ടുള്ള വഴികൾ, അയാളുടെ ഹൃദയത്തിൽ പതിഞ്ഞിട്ടുള്ള ചിത്രങ്ങൾ, പ്രേക്ഷകരിൽ അത് എങ്ങനെ എത്തണമെന്ന് അയാൾ ആഗ്രഹിച്ചുവോ അതിന്റെ ശോഭയൊട്ടും നഷ്ടപ്പെടാതെ കൃത്യമായി പൃഥ്വിരാജിന് എത്തിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു വലിയ സവിശേഷത. അതിനേക്കാൾ എല്ലാം ഉപരി ഈഗോ ഇല്ലാത്ത ഒരു ഡയറക്ടറായിട്ടാണ് പൃഥ്വിരാജിനെ ഈ സിനിമയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന്റെ കാരണം അയാൾ കൊണ്ടുവന്ന ഒരു ചിത്രം, പക്ഷേ ഈ ചിത്രത്തിൽ അയാളെ പ്രേക്ഷകർ ഓർത്തിരിക്കുവാൻ കാര്യമായിട്ടുള്ള ഹൈപ്പുകളൊന്നും അയാൾക്ക് വേണ്ടി ശേഷിപ്പിക്കുവാൻ ആഗ്രഹിച്ചില്ല എന്നുള്ളതാണ്. അത് തന്നെ അയാളുടെ ക്യാരക്ടറിന്റെ ഒരു വലിയ സവിശേഷതയുമാണ്. സമ്മതിച്ചേ പറ്റൂ. ഒരു ഡയറക്ടർ എന്നതിനേക്കാൾ ഉപരിയായി മലയാള സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട നടൻ കൂടിയായ അയാൾക്ക് വേണ്ടി കാര്യമായിട്ടൊന്നും ചെയ്തെടുക്കുവാൻ തീരുമാനിച്ചിരുന്നില്ല എന്ന് പറയുമ്പോൾ അതൊരു അത്ഭുതം തന്നെയാണ്. പിന്നീട് എടുത്തു പറയേണ്ടത് മഞ്ജു വാര്യരാണ്. കുറച്ചു മാത്രമേ ഉള്ളൂ, പക്ഷേ അവർ ഈ സിനിമയ്ക്കകത്ത് ചെയ്തു വെച്ചതൊന്നും മറക്കാൻ പറ്റില്ല. മനോഹരം എന്ന വാക്കിനപ്പുറം എന്തു വാക്കിലാണ് ഇതിനെ വിശേഷിപ്പിക്കാൻ കഴിയുക?
ദീപക് ദേവ് അവതരിപ്പിക്കുന്ന അതിമനോഹരമായ മ്യൂസിക്, ചിത്രത്തിലുടനീളം കോരിത്തെരിപ്പിക്കുന്ന നിമിഷങ്ങളെ പ്രേക്ഷക മനസ്സുകളിൽ ഊട്ടി ഉറപ്പിക്കുന്നത് ഈ മ്യൂസിക് തന്നെയാണ്. എന്താണ് അയാൾ ചെയ്തു വെച്ചിരിക്കുന്നത്? ഈ ചിത്രത്തെ താങ്ങി നിർത്തിയിരിക്കുന്ന നെടുന്തൂൺ എന്ന് വേണമെങ്കിൽ ഈ പശ്ചാത്തല സംഗീതത്തെ വിശേഷിപ്പിക്കാം. കൂടാതെ ക്യാമറ വർക്ക് ചെയ്തിരിക്കുന്ന സുജിത് വാസുദേവ് ആൻഡ് ടീം ഒരു പ്രേക്ഷകന് ജീവിതത്തിൽ ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത വ്യത്യസ്തതയുള്ള ഫ്രെയിമുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ എടുത്തു പറയുവാനുണ്ടെങ്കിൽ വളരെ വിശാലമായി സംസാരിച്ചു പോകുവാനുള്ള ധാരാളം കാര്യങ്ങൾ കൊണ്ട് വളരെ ഹൈപ്പുളവാക്കിയിരിക്കുന്ന ഒരു മലയാള ചിത്രമാണ് എമ്പുരാൻ. അപ്പോൾ തന്നെ ഇതൊരു ഇന്റർനാഷണൽ ക്വാളിറ്റി പുലർത്തുന്നു. അതുകൊണ്ട് ലോകത്തിലെ ഏത് ഭാഷയിലുള്ള മനുഷ്യർക്കാണെങ്കിലും ഈ സിനിമ ആസ്വദിക്കുവാൻ കഴിയും എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. ഒരു മലയാളിയുടെ ഹൃദയത്തിൽ നിന്നും ഇത്തരത്തിലുള്ള മനോഹരമായൊരു സിനിമ പിറന്നു വീണിരിക്കുന്നു എന്നുള്ളത് മലയാളികളായ നമുക്കെല്ലാവർക്കും അഭിമാനിക്കുവാൻ കൂടി കഴിയുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി എമ്പുരാൻ കാണുക തന്നെ വേണം. കണ്ടിട്ട് അഭിപ്രായം പറയണം. ഇതിനോടകം ഈ ചിത്രം കണ്ടിട്ട് പുറത്തിറങ്ങിയിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു എന്നുള്ളത് കൂടി ഷെയർ ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.